ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ചൂട് പിടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നോമിനേഷന്റെ കാര്യത്തിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അക്ബറിന്റെയും നെവിന്റെയും കുറച്ച് ഡ്രാമയൊക്കെ കാണാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് പിടിപ്പിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നെവിൻ പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കുന്നു. എന്നാൽ ഇപ്പോ ഒരു അരമണിക്കൂറോളം ആയിട്ടേ ഉള്ളൂ ഒരു പ്രൊമോ വന്നതിൽ ഈ നെവിനെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞ് തടയുന്നില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് പറയാം. അത് നമുക്ക് ലൈവിൽ വന്നിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ സീരിയൽ ഡ്രാമ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഒരു പണിഷ്മെന്റ് എന്നുള്ളതാണ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു, ടോപ്പ് 5-ൽ എത്താൻ ചാൻസ് ഇല്ല എങ്കിലും ഇനി എത്തിയാലും പണപ്പെട്ടി തൊടരുത്. ഇനി നിങ്ങൾ എവിക്ഷനകത്തുണ്ട്, ഇനി എവിക്റ്റ് ആയാലും ഇല്ലെങ്കിലും പണപ്പെട്ടിയിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ കുത്തി പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഈ പറയുന്ന ഒരു പണിഷ്മെന്റ്, പണപ്പെട്ടി തൊടരുത് എന്ന് പറഞ്ഞിട്ടൊരു പണിഷ്മെന്റ് നെവിന് കൊടുക്കുന്നത്. ഒരു പക്ഷേ ബിഗ് ബോസിന് തന്നെ അറിയാം, പണപ്പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെവിൻ അത് എടുത്തോണ്ട് ഓടും, അല്ലെങ്കിൽ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ടിട്ടായിരിക്കാം പണപ്പെട്ടി തൊടരുത് എന്നുള്ളത് ഒരു വലിയ ശിക്ഷ പോലെ തന്നെ നെവിന് കൊടുത്തത്. നമ്മളിപ്പോ ഈ പറയുന്ന എപ്പിസോഡ് വരുന്നതിന് മുന്നേ തന്നെ പലരും കമന്റ്സിലൊക്കെ പറഞ്ഞതിന് ശേഷം പലരും ചർച്ച ചെയ്തു, നെവിൻ പണപ്പെട്ടി എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പണിഷ്മെന്റ്, അതായത് പണപ്പെട്ടി തൊടാൻ പാടില്ല എന്നൊരു പണിഷ്മെന്റ് ഒക്കെ എന്തോന്ന് പണിഷ്മെന്റാ, അതൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഡയറക്റ്റ് എവിക്ഷൻ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഡയറക്റ്റ് എവിക്ഷന്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഷാനവാസായിട്ട് എവിക്റ്റ് ചെയ്യണം എന്നെങ്ങാനും പറയുകയാണെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ളൂ. പിന്നെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂടുന്നതിനകത്ത് ഈ പറയുന്ന നെവിനും ഒരു ബാധകമാണ്. കാരണം നമ്മളെല്ലാവരും കണ്ടു, അനുമോൾക്കും നെവിനുമാണ് 8 തവണ അവർ രണ്ടുപേരുമാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഓരോ തവണയും നെവിനെയും ഈ പറയുന്ന പ്രേക്ഷകർ സേവ് ചെയ്തിട്ടുണ്ട്. വോട്ടിന്റെ രീതിയൊക്കെ കണ്ടിട്ടാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, സെക്കൻഡ് ലാസ്റ്റ് ഒക്കെയാണ് നെവിൻ വരാറ്. വളരെ ലീസ്റ്റ് ആയിട്ട് നെവിൻ വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ലക്ക്, ഒരു ഭാഗ്യം കൊണ്ടാണ് പലതവണയും നെവിൻ രക്ഷപ്പെട്ടിട്ടുള്ളത്. സത്യമായിട്ടും അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നെവിനെ മറ്റൊരു പണിഷ്മെന്റ് കൊടുക്കുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യാതെ പണപ്പെട്ടി തൊടാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കൊടുത്തു. നെവിന്റെ ഒരു ക്യാരക്ടർ അറിയാവുന്ന ആർക്കും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നെവിൻ ആ റൂളും ബ്രേക്ക് ചെയ്യും. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളാണ് നെവിൻ. ഫുഡിന്റെ കാര്യമായിക്കോട്ടെ, മറ്റ് പല കാര്യങ്ങളും, മേക്കപ്പ് പോലും ആദ്യമൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാലും നെവിൻ അതെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അതെല്ലാം ഒരു ഫണ്ണായിട്ട്, താനൊരു ഫുൾ എന്റർടൈനർ ആണ്, പ്രേക്ഷകർ തന്നെ കണ്ട് ചിരിച്ചും കളിച്ചുമാണ് ഈ ബിഗ് ബോസ് കാണുന്നത് എന്ന ഒരു വിശ്വാസത്തിലാണ് നെവിൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്നലെ വന്നിട്ടുള്ള ഓൾറെഡി ഉള്ളൊരു പ്രൊമോയിൽ പണപ്പെട്ടി ആ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് മുറ്റത്തൂടെയൊക്കെ ഓടിപ്പോയി കുറെ പൈസയൊക്കെ എടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അക്കൂട്ടത്തില് ഒരു പേപ്പർ സ്ലിപ്പും കൂടി എടുക്കുന്നുണ്ട്. അതിനകത്ത് 15,000 രൂപ എന്തോ ആണ്, അതോ 50,000 എന്നാണ് പറഞ്ഞത്. 50,000 ആണോ 15,000 ആണോ എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് ഈ പറയുന്നത് ബിഗ് ബോസ് അസാധുവാക്കും എന്നാണ് കരുതിയത്. പക്ഷെ ലാസ്റ്റ് വന്ന പ്രൊമോയില് അതിൽ പ്രകാരം ബിഗ് ബോസ് ചോദിക്കുകയാണ് നെവിനോട്, ഇത് ആർക്ക് കൊടുക്കാനാണ് നെവിൻ ആഗ്രഹിക്കുന്നത് എന്ന്. വളരെ ചീപ്പായി പോയി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടാസ്കിൽ പങ്കെടുക്കരുതെന്ന് ശ്രീ മോഹൻലാൽ പറഞ്ഞിട്ട് അതിൽ അനധികൃതമായിട്ട് പങ്കെടുത്ത നെവിൻ, എന്നിട്ട് അതിന് പിന്നെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുള്ളത്. ലൈവിൽ നമുക്ക് നോക്കാം ഇതിന്റെ ഇടയിൽ എന്തൊക്കെ കോൺവെർസേഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ലൈവിൽ ഇതുവരെ ആ സീനിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ്. എല്ലാവരും ഫുഡൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. അക്ബറും നെവിനും മാത്രം ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി കഴിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അവർ രണ്ടുപേരും കുറച്ച് എന്താ പറയാ, മൂഡ് ഓഫ് ആയിട്ട് തന്നെയാണ് ഇപ്പം വരെയും ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് ലൈവ് കണ്ടിട്ട് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.